isometric, draw isometric view of a square pyramid of side 20 m and height 60 m, resting on a flat face of a hemisphere. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അതായത് എന്താണ് ക്വസ്റ്റ്യൻ, ഈ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു സ്ക്വയർ പിരമിഡ് ലൊക്കേറ്റ് ചെയ്യാൻ, ഹൈറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുക. വരച്ച ശേഷം ഇതിന്റെ ഡയമീറ്ററിന്റെ സ്ഫിയറിന്റെ ഹെമിസ്ഫിയർ ഓഫ് എത്രയാണ് ഡയമീറ്റർ 60 എടുക്കും, 60 m. അപ്പൊ ഡയമീറ്റർ 60 ഉള്ള ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നേരെ മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ സ്ക്വയർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ ഇതേപോലെ ഒന്ന് വരച്ചിട്ട് സെന്ററിൽ ഇതാണ് സ്ക്വയർ പിരമിഡിന്റെ സൈഡ് 20 ആണ്. അപ്പൊ നമ്മൾ ഈ സെന്ററിൽ നിന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് എത്ര എടുക്കുന്നു, ഒരു 10 എടുക്കും. നേരെ ഇങ്ങനെ വരയ്ക്കുന്നു. സിമിലർലി ഇപ്പുറത്തും അപ്പുറത്തും എടുക്കുന്നു, എത്ര എടുക്കുന്നു, 10 എടുക്കുന്നു. നമുക്ക് നേരെ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ് ഇങ്ങനെ വരച്ച് നിൽക്കുന്നു. ഇനി നമ്മൾ നേരെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സ്ക്വയർ പിരമിഡിന്റെ ഇവിടെ നിന്ന് റേഡിയസ് എടുക്കും. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 60 ആണ്. അപ്പൊ റേഡിയസ് 30 എടുക്കും. എടുത്തിട്ട് ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹെമിസ്ഫിയർ ഇങ്ങനെ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇതിന്റെ മുകളിൽ സ്ക്വയർ പിരമിഡ് ലോങ് ലൈൻ ഡോട്ടിന്റെ ഹൈറ്റ് 60 തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ക്വയർ പിരമിഡിന്റെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമ്മൾ ഐസോമെട്രിക് വ്യൂവിന്റെ എക്സ് ആക്സിസ് വരയ്ക്കുന്നു. നമ്മൾ 1, 2, 3, 4. അപ്പൊ ഈ ഇത് ഇങ്ങോട്ടും 30 ഡിഗ്രി ഓൺ ബോത്ത് സൈഡ്സ് ആയിരുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അറിയാലോ ഒരു ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കർവ്ഡ് സർഫസ് താഴെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം സർക്കിള് മുകളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു തേങ്ങ എടുത്ത് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ താഴെ വെക്കണേ എന്ത് സംഭവിക്കും, കർവ്ഡ് സർഫസ് ഇങ്ങനെ ഇരിക്കും. മുകളിലാണ് സർക്കിൾ വരുന്നത്, ശരിയല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ ഹൈറ്റ് എടുക്കുന്നു. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ആണ്. അപ്പൊ റേഡിയസിന്റെ ഹൈറ്റ് നമ്മൾ ഇതിനെ പൊക്കും. പൊക്കിയ ശേഷം എന്ത് ചെയ്യാം, അവിടെ ഒരു സ്ക്വയർ വരയ്ക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ 4 സെന്റർ മെത്തേഡിൽ സർക്കിൾ വരയ്ക്കും. ഓക്കെ, 4 സെന്റർ മെത്തേഡിൽ ഇതാ ഇവിടെ 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 ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെയും 4 സെന്റർ മെത്തേഡിൽ സർക്കിൾ വരയ്ക്കും. എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് ഒരു ആർക്ക്, പിന്നെ ഇവിടെ റേഡിയസ് വെച്ചിട്ട് ഒരു ആർക്ക്, ഇവിടെ റേഡിയസ് വെച്ചിട്ട് ഒരു ആർക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് ഒരു സർക്കിൾ ഇങ്ങനെ വരും. ഈ സെന്റർ കുത്തിയിട്ട് ഇത് റേഡിയസ് വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് ഹെമിസ്ഫിയർ. ഇനി അടുത്ത നമ്മൾക്ക് അതിന്റെ മുകളിൽ ഒരു സ്ക്വയർ പിരമിഡ് ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിൽ ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നിന്നിട്ട് എത്രയാണ് സൈഡ് 10 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ 10 വെച്ചിട്ട് ഇവിടെ കൂടെ ഒരു ലൈൻ ഇങ്ങനെ വരും. സിമിലർലി ഇതിന്റെ മുകളിൽ നിന്ന് 10 എടുക്കും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരും. അപ്പൊ നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു സ്ക്വയർ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ കിട്ടി. ഇതിന്റെ സെന്റർ എടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ജോയിൻ കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. അതായത് ഇതേപോലെ വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ.